ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലബാർ ഡയറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പാർട്ടിയാണ്. അപ്പം ആവണിയും അപ്പച്ചനൊക്കെ വന്നിട്ടുണ്ട്. ദാണ്ടെ ആവണി അവിടെ പോയി എൻ്റെ കളിപ്പാട്ടൊക്കെ നല്ല ഒതുക്കി വെക്കുന്നുണ്ട്. പിന്നെ അപ്പച്ചേട്ടൻ എന്താ കുഞ്ഞാവിൻ്റെ കൂടെ എടുത്ത് കളിക്കണം. പക്ഷെ അവള് മാന്തരമുണ്ട് ചേട്ടൻ, അവള് നീക്കി പിടിച്ച് വെച്ചേക്കാം കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങളുടെ സ്റ്റാർ എല്ലാവരും കണ്ടല്ലോ അല്ലേ? നിങ്ങളെ വീട്ടിൽ സ്റ്റാർ ഇട്ടില്ലെങ്കിൽ കമൻറ്റ് ബില്ലോ കേട്ടോ. ഞങ്ങൾ കോക്കോമെല്ലാം വെക്കായിരുന്നു കുഞ്ഞാവക്ക്. അങ്ങനെ അവള് ബബിൾസ് ഒക്കെ കളിച്ചാവണി. അങ്ങനെ ഞങ്ങൾ പ്ലം കേക്ക് ഒക്കെ കട്ട് ചെയ്തിട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പ്രാക്ടീസ് നടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ജാനിൻ്റെ അനിയത്തി മാത്രമേ വെള്ളം ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും റെഡാണ്. ക്രിസ്മസ് ട്രീ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ടു, കുഞ്ഞാവ് തൊപ്പിയൊക്കെ ഇട്ടു, എല്ലാവരും റെഡായിട്ടുണ്ട്. അമ്മ ഭാഷ ഇച്ചിരി ഒരു പിങ്ങായി പോയിട്ടുള്ളൂ. പിന്നെ അപ്പച്ചനും അനുജ്. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി. ഒത്തിരി രസമാണെന്ന് പറയുമോ, നല്ല വൈബായിരുന്നു. ഞങ്ങൾ ക്രിസ്മസിന് ഇതുപോലെ കുട്ടികൾ നടത്തിയൊരു പാർട്ടി ആദ്യമായിട്ടാട്ടോ. ഞങ്ങൾ മറ്റേ ക്യാൻഡിൽസൊക്കെ ഇന്നലെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചതാണ്. Jingle bell, jingle bell, jingle bell rise. ഈ പാട്ടാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ, പാട്ട്. അപ്പം അപ്പച്ചേട്ടൻ അതിൻ്റെ അടുത്ത് പിടിക്കാൻ പറഞ്ഞു ഓക്കെ. അപ്പച്ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇത് കുറെ കത്തിച്ചിട്ടുണ്ട്. സോ അപ്പച്ചേട്ടനെ അറിയാമെന്ന് തോന്നുന്നു. ഞാൻ അപ്പച്ചേട്ടന് കൊടുത്തു. അപ്പച്ചേട്ടൻ കത്തിച്ചു. എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തു. അത്രയും ഒരു ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ്. ഇതൊരു സ്പെഷ്യൽ ക്രിസ്മസ് ആണ്. കുഞ്ഞാവിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് കേട്ടോ. ഇതേപോലത്തെ കുഞ്ഞുകുട്ടികളുടെ ആദ്യത്തെ ക്രിസ്മസ് ഉണ്ടെങ്കിൽ അവരുടെ പേര് ഡേറ്റും കമൻറ്റ് ചെയ്തിട്ടോ. എല്ലാവരും കൂടെ കട്ട് ചെയ്ത് ഞങ്ങൾ കഴിക്കുന്നു. ഇടയ്ക്ക് അമ്മ ഞങ്ങൾക്ക് ഐസ്ക്രീം കൊണ്ടുവന്നു. എന്താ ഐസ്ക്രീം ആയിരുന്നു? സ്ട്രോബെറിയും വാനിലയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമയൊക്കെ കണ്ട്, എന്താ ഒരു സാന്റാക്ലോസിൻ്റെ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ അതൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടോ. അവിടെയാണെങ്കിൽ റെയിൻഡിയറും വെച്ചോണ്ട് അവക്കടെ തലയല്ല ആ ഹെയർ ബോം വെച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു. അച്ഛനെ അവളെ കണ്ടിരുന്ന റെയിൻഡിയറെ പോലെ ഉണ്ട്. ബിക്കോസ് അവക്കടെ ഡ്രസ്സ് ഇച്ചിരി ബ്രൗണിഷ് ഷെയ്ഡായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കട്ട് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് ജാനു പറയാ ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ അല്ല ജാനു, മേരി ക്രിസ്മസ് ആണ്. അങ്ങനെ ഉച്ചു റെഡിട്ട് വന്നു. അമ്മ പിങ്ക് ആയിപ്പോ. എന്ത് പറ്റിയമ്മ പിങ്ക് ഇടാൻ കാരണം? ഇനി ഇവ എല്ലാവരും കൂടെ കട്ട് ചെയ്യാണ്. കേക്കെല്ലാം കട്ട് ചെയ്ത് ഞാൻ കുഞ്ഞാവൊക്കെ ആദ്യം കൊടുത്തു. അവർക്ക് ഞാൻ ജാനൂന് കൊടുത്തു, പിന്നെ മയർക്ക് കൊടുത്തു, പിന്നെ അപ്പച്ചന് കൊടുത്തു, പിന്നെ അവൻ കൊടുത്തു. അങ്ങനെ ഏട്ടൻ ഞാൻ കൊടുത്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, പ്ലം കേക്ക്. ആക്ച്വലി എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ലായിരുന്നു, ബട്ട് ഇത് കഴിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ടാണ് തോന്നിയത്. അപ്പം ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പറിൽ ഇതേപോലത്തെ ഇതൊക്കെ എഴുതി, ഗെയിംസിൻ്റെ പേരൊക്കെ എഴുതി. ആ ഗെയിംസിൻ്റെ പേരൊക്കെ എഴുതി എന്നിട്ട് അത് നമ്മൾ കുലുക്കിയിട്ട് ഇട്ടിട്ട് അതിനകത്ത് ഏതെങ്കിലും എടുത്ത് ആ ഗെയിം കളിക്കായിരുന്നു പരിപാടി. ആദ്യം കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല കട്ട് ചെയ്തിരുന്നു ഗൈസ്. ഞാൻ തന്നെ കട്ട് ചെയ്ത് എൻ്റെ കൈയൊക്കെ വെച്ച് ഞാൻ അമ്പും വില്ലും വാറ് നിർത്തിയായിരുന്നു അവിടെ. ഇപ്പൊ ഞാൻ കാണിച്ചില്ല ഒരു ഗ്ലാസ്. ആ ഗ്ലാസ്സിലാട്ടോ നമ്മുടെ പേപ്പേഴ്സ് ഉള്ളത്.
അങ്ങനെ നമ്മൾ ആദ്യമായിട്ടുള്ള കോംബോ കണ്ടിട്ടുള്ളത് ഞങ്ങൾ ക്രിസ്മസിൽ പൂത്തിരി കത്തിക്കുന്നു. എന്തൊരു നല്ല കോംബോയാണ്. നമ്മൾ ദീപാവലിക്ക് എടുത്ത് വെച്ച് കുറച്ച് ഇത് ആക്ച്വലി ദീപാവലിക്ക് ഞങ്ങൾ എടുത്തു വെച്ചാണ്. ബിക്കോസ് എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ കത്തിച്ചു. അപ്പം ഞാൻ അച്ഛനോട് ഒരു ഫോട്ടോ പോലില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനത് എടുത്ത് വെച്ചു. ഇതുവരെ ഫോട്ടോ എടുത്തിട്ടില്ല ആക്ച്വലി. അപ്പോൾ ഇടയ്ക്ക് പറയും, പിന്നെ അങ്ങോട്ട് മടിയായി പോകും. അതുകൊണ്ട് ഇന്ന് ഞങ്ങളത് യൂസ് ചെയ്യാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബാൽക്കണിയിൽ ആ മഞ്ഞ കളർ ലൈറ്റ് മാത്രം നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ മൈറ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടിക്ക് ഭയങ്കര പേടിയാണ്. നാട്ടിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. ബട്ട് അവൾ ചെയ്യുമെങ്കിലും അവൾ നീങ്ങി നിൽക്കലാണ് അവളുടെ പരിപാടി. അവൾ ഫോട്ടോ ഒക്കെ കാണിച്ചാൽ നമുക്ക് ഭയങ്കര പേടി. അവളെ എന്നെ ഈ മൂലിക്കാണ് നിന്നത്. എന്നിട്ട് ഞാനാണ് കൊണ്ട് അടുത്ത് കൊടുത്ത അവള് അങ്ങനെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ എല്ലാ പൂത്തിരിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇവിടെ പാട്ടങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. കണ്ടാ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.